സുരക്ഷിതമായ സ്ഥലം എന്നുള്ള പേരിലാണ് നിക്ഷേപിക്കപ്പെടുന്നത്. ചികിത്സിക്കാൻ പോലും ആ പണം തിരിച്ചു കിട്ടാത്ത അവസ്ഥ അതിദയനീയമാണ്. എൻ്റെ മക്കളുടെ പേരിൽ, എൻ്റെ മരുമക്കളുടെ പേരിൽ ഞാൻ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെയും മരുമക്കളെയും എങ്ങനെയാണ് ഞാൻ കോടതിയിൽ കയറ്റുക? ഈ പൈസ ഇത് തിരിച്ചു വാങ്ങിച്ച് എൻ്റെ മക്കളുടെ പേരിലേക്കും മരുമക്കളുടെ പേരിലും കൊടുക്കണം. അവർ നന്നായി ജീവിക്കട്ടെ, എൻ്റെ ജീവിതം അവസാനിച്ചു, അവരെങ്കിലും നന്നായി ജീവിക്കട്ടെ എന്നാണ് ഈ വന്ധ്യവയോധികം പറയുന്നത്. എന്താണ് സർക്കാർ സംവിധാനങ്ങൾ ഇത്രയും കാലം ഇത്രയും ഗുരുതരമായൊരു പരാതി കിട്ടിയിട്ട് എന്താണ് ചെയ്തത്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് എന്ത് ഉത്തരമുണ്ട്? കഴിഞ്ഞ നേരത്തെ DCC പ്രസിഡന്റിൻ്റെ പത്രപ്രസ്താവന ഞാൻ കണ്ടു. അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഒരമണിക്കൂർ നേരത്തെ പുറപ്പെടാം എന്ന് പറഞ്ഞതുപോലെ വേണമെങ്കിൽ കുറച്ചും കൂടി നേരത്തെ പുറത്താക്കാം എന്നുള്ള രീതിയിലാണ് DCC പ്രസിഡന്റ് പ്രതികരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ഇപ്പോഴും UDFൻ്റെ നേതാക്കന്മാരാണ്. വടകരയിലും പരിസര പ്രദേശത്തും UDFൻ്റെ നേതാക്കന്മാരായി നടക്കുന്നവരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ കോൺഗ്രസിന് സാധിക്കില്ല, DCCക്ക് സാധിക്കില്ല. DCC സെക്രട്ടറി സുധീർ കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. എനിക്കയച്ച മെസ്സേജിനകത്ത് പറയുന്ന പേരുകളെന്ന് പറയുന്നത് സുധീർ കുമാർ, DCC സെക്രട്ടറി ദിലീപ് കുമാർ, ബഷീർ അഹമ്മദ്, അതുപോലെ തന്നെ അതിൻ്റെ സെക്രട്ടറിയോ മറ്റോ ആയിരുന്ന വീണ, മജീദ് ഹാജി, ഹുസൈൻ കമ്മന, മേപ്പയൂരിലുള്ളത് റനീസ്. ഈ റനീസ് ഡയറക്ടറായ സമയത്താണ് ലക്ഷക്കണക്കിന് രൂപ എല്ലാ വർഷവും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് നിക്ഷേപം വാങ്ങിച്ചിട്ടുള്ളത്. ഈ ബഷീർ അഹമ്മദ് ബഷീർ അഹമ്മദാണ് അദ്ദേഹത്തെ വണ്ടി കയറ്റി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. എൻ്റെ വോയിസ് നിങ്ങൾക്ക് എനിക്കത് സ്പീക്കറിലേക്ക് ആക്കാൻ പറ്റുന്നില്ല. ഞാൻ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇപ്പം നേരിട്ട് അത് അയച്ചു തരാം, അതായിരിക്കും കുറച്ചും കൂടി നന്നാവുക. ഞാനത് അയച്ചു തരാം. ഇത് സ്പീക്കർ ഫോണിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് കേൾക്കാൻ പറ്റുന്നു. അപ്പോൾ ഇത് വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ്. VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്തപ്പോൾ എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത് അതെല്ലാം പാഴ്വാക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. UDFൻ്റെ നേതൃത്വത്തിൽ VD സതീശൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി ഉത്തരം പറയണം. ആകാശ്, ഇപ്പോൾ പ്രഫുൽ കൃഷ്ണയടക്കം പറയുന്നത് UDF നേതാക്കളുടെ ഭരണത്തിൽ, കോൺഗ്രസ് നേതാക്കളുടെ ഭരണത്തിലുള്ള ഒരു സൊസൈറ്റിയാണ്, അതിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ മറുപടി പറയണമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പ്രഫുൽ കൃഷ്ണ പറയുന്നത്.